ഹലോ ഗൈസ്, ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും. പക്ഷെ ഒരു 90% ആൾക്കാർക്ക് എന്നെ അറിയത്തില്ലായിരിക്കും. കാരണം ഞാൻ അത്ര ഫേമസ് ഒന്നുമല്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു ന്യൂ മോംസിന് പറ്റിയൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാനൊരു ന്യൂ മോമ. അതായത് എൻ്റെ കുഞ്ഞിന് ഈ മാസം ജൂലൈ 29 ആകുമ്പം 11 മാസം ആകത്തതേ ഉള്ളൂ. അപ്പം എൻ്റെ മോൾക്ക് ഇതൊരു പല്ല് വന്നിട്ടില്ല. അപ്പോൾ എനിക്കും ഹസ്ബൻഡിന് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്താ കുഞ്ഞിന് പല്ല് വരാത്തേ? ഇനി കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വല്ലതും ആണോ, ഇനി വേറെ എന്തെങ്കിലും കുഴപ്പമാണോ, നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുന്നില്ല, അങ്ങനെ നമ്മൾ ഭയങ്കര ടെൻഷനാണ്. എന്തായിരിക്കും നമ്മൾ യൂട്യൂബിലും അതേപോലെ തന്നെ ഈ റീൽസിലും ഒക്കെ ഓരോ കുഞ്ഞുങ്ങളുടെ കാണത്തില്ലേ, ഈ സെയിം പ്രായമുള്ള അല്ലെങ്കിൽ ഒരു വയസ്സാവാറായി, അടുത്ത മാസം ഓഗസ്റ്റിലാണ് ബർത്ത്ഡേ. അപ്പം ഈ ഒരു 1 ഇയർ ബർത്ത്ഡേക്കൊക്കെ 2 പല്ല് 4 പല്ലൊക്കെ വന്ന കുട്ടികളുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് വിഷമമല്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. നമ്മുടെ കുഞ്ഞിന് എന്താ വരാത്തെ, നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ പ്രശ്നമാണോ, അങ്ങനെ പറഞ്ഞ് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മുടെ നമ്മുടെ പേരൻസിൻ്റെ ഇടയിലും അത് എന്തായിരിക്കും അങ്ങനെ വരാത്തതെന്ന് വന്ന് അങ്ങനെ നമുക്ക് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ടൈമിൽ ആൾക്കാർ കണ്ടിട്ട് 11 മാസമായിട്ട് കുഞ്ഞിന് പല്ല് വന്നില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു 15 മാസം വരെ ഒരു കുഞ്ഞിന് പല്ല് വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ 6 മാസം കഴിയുമ്പോൾ ഉടനെ കുഞ്ഞിന് പല്ല് വരണമെന്നില്ല. 15 മാസത്തിനുള്ളിൽ എപ്പോൾ വേണേലും പല്ല് വരാം. അതേപോലെ തന്നെ ഡോക്ടറെ അടുത്ത് നമ്മളത് പറഞ്ഞിട്ട് നമുക്കൊരു തൃപ്തിയായില്ല. ആ മറുപടി കേട്ടിട്ടും നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസിലെല്ലാ കുഞ്ഞുങ്ങൾക്കും പല്ലുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞിനെല്ലാം ഉള്ളില്ല. അത് അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, പല്ലില്ലാത്ത കുഞ്ഞുങ്ങളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ കുഞ്ഞിനും പല്ല് വരും. ആ ഒറ്റ ഡയലോഗ് കേട്ടപ്പോൾ നമുക്ക് കുഴപ്പമില്ല, പല്ല് വരും, ഒരു സമാധാനമായി. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പം നമ്മുടെ കുഞ്ഞിനെ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ വേറെ നമ്മുടെ ബന്ധത്തിലുള്ള കുട്ടികളോ നാട്ടിലുള്ള കുട്ടികളോ നമ്മൾ കൂടെ പോകുമ്പോൾ കാണുന്ന കുട്ടികൾക്കോ അങ്ങനത്തെ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ പല്ല് വന്ന് കമന്ന് വീണ്, നമ്മുടെ കുഞ്ഞ് കമന്ന് വീണില്ല, അവരുടെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി, ഇരിക്കാൻ തുടങ്ങി, അങ്ങനെ അവരുടെ കുഞ്ഞ് കാര്യം പറയാൻ തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. അവരൊക്കെ അവരുടെ കറക്റ്റ് ടൈം ആകുമ്പോൾ അവർ ചെയ്തോളും. അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് എന്തിനാ വെറുതെ നമ്മുടെ ആരോഗ്യം കളയുന്നത്? അവരുടെ ടൈം ആകുമ്പം എല്ലാ കുട്ടികളും ഒരേപോലെ അല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സമയമുണ്ട്. അപ്പോൾ അവരത് ചെയ്തോളും. അതൊന്നും ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. ഓഫ് കോഴ്സ് പുതിയ അമ്മമാരാണ്, പുതിയ അച്ഛന്മാരാണ്, അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഇത്ര നമ്മൾ ഇതാക്കുന്നത് നമ്മുടെ കുഞ്ഞ്, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ എല്ലാം ഉള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര കുറച്ച് ഇടപഴകുന്നതും അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ കുഞ്ഞുങ്ങളെ പോലെ അല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ടെൻഷനാണ്. കാരണം അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ മണ്ടയ്ക്കല്ല, നമ്മളാണ്. ഒരു പ്രായമാവുന്നിടം വരെ റെസ്പോൺസിബിലിറ്റി നമ്മളാണ്. അപ്പോൾ നമുക്ക് കുറേ ടെൻഷൻസും കാര്യങ്ങളും എല്ലാം വരും. ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എല്ലാവരും പ്രോപ്പറായിട്ട് അവരുടെ കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ചെയ്തോളും. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ലല്ലോ. അവരൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ ടൈം അനുസരിച്ച് അവരങ്ങ് ചെയ്തോളൂന്നേ. ഇതിനൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ കുറേ ടെൻഷൻ അടിച്ചതാണ്. ഞാനിപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ തോന്നി. എൻ്റെ കൂട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ മോൾക്ക് 11 മാസമായി, ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ പല്ല് വരാത്തവരോ അതേപോലെ മോളിപ്പം കുഞ്ഞ് പിടിച്ച് നടക്കുന്നില്ല, അല്ലെങ്കിൽ പിടിച്ച് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കമന്ന് വീഴുന്നില്ല, അങ്ങനെ കുറച്ച് വളർന്ന കുട്ടികളാണേ തന്നെ അപ്പുറത്തെ കുട്ടി ഇത്രയും പഠിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് ഇത്ര പഠിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. അവരവരുടെ കാര്യം കറക്റ്റായിട്ട് ചെയ്തോളും. നമ്മുടെ മക്കളല്ലേ, അവരെ ട്രസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എന്താ പറയേണ്ട സ്നേഹം എനിക്ക് വേണം. അപ്പം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഈ ചാനലിനകത്ത് ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്നെ പരിചയമുള്ള ആൾക്കാർ കാണും. പരിചയമുള്ള ആൾക്കാർ കാണുമ്പം നിങ്ങളുടെ ആ ഒരു ടൈമിൽ എൻ്റെ വീഡിയോ കാണാൻ, വിലപ്പെട്ട സമയത്തിൽ എൻ്റെ വീഡിയോ കാണാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. മുന്നോട്ടും ഈ സപ്പോർട്ട് എപ്പോഴും വേണം. അപ്പം ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും ഒരു ഷെയറും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ഇതേപോലുള്ള നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്, അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളും എല്ലാം കാണുക. നമ്മൾ കുറച്ച് 1-2 വീഡിയോസ് മാത്രം, ഞാനിപ്പോൾ വേറൊരു വീഡിയോ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച്, ഇത് സെക്കൻഡ് വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് യൂട്യൂബിനായിട്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വന്ന ആളൊന്നുമല്ല. എനിക്ക് ഇന്നലെ തോന്നിയൊരു തോന്നലാണ്, തുടങ്ങണം. ചിലപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് ദൈവമായിട്ട് തോന്നിക്കുന്നതാണെങ്കിലോ നല്ല കാര്യങ്ങൾ. അപ്പം അങ്ങനെ വിചാരിച്ച് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ ദൈവമായിട്ട് തോന്നിച്ചതാണെങ്കിൽ ആയിക്കോട്ടെ, കിടന്നോട്ടെ, ഒരു യൂട്യൂബ് ചാനൽ കിടന്നോട്ടെ. എന്നെ സ്നേഹിക്കുന്നതോ എന്നെ അറിയാത്ത ആൾക്കാരോ അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് പരിചയപ്പെടാമല്ലോ.
ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ, അങ്ങനെ വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരെയും സഹായം അല്ലെങ്കിൽ ഒരു സ്നേഹം എനിക്ക് വേണം, അത്രയേ ഉള്ളൂ. അപ്പം ബൈ. ഞാൻ ഇനി ഒരുപാട് വേറെ വേറെ കണ്ടൻസും കാര്യങ്ങളുമായിട്ടൊക്കെ കൊണ്ടുവരാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനകത്ത് മിസ്റ്റേക്ക് കാണും, ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്ക് കാണും, ഒരുപാട് മിസ്റ്റേക്കുകൾ കാണും. പക്ഷേ ഞാനതെല്ലാം സെറ്റാക്കി ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഇന്നലെ തൊട്ടേ ഇരുന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുവാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച് ഞാനിത് വേണ്ടുന്നത് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരുടെയും സ്നേഹം വേണം. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നിനും ഫോഴ്സ് ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വരും, സ്വാഭാവികമാണ്. പക്ഷേ അവർ ചെയ്തോളും. എനിക്കിപ്പോൾ പല്ല് വരാത്തത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര കൺഫ്യൂഷൻസ്, ഭയങ്കര എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കതങ്ങ് മാറി. വന്നോളും, പല്ല് എപ്പോഴാണ് വരാൻ ടൈം ആവുന്നത് അന്നേരം വന്നോളും, അത്രയേ ഉള്ളൂ. എല്ലാവരുടെയും സ്നേഹം വേണം, ഒരു എന്താ പറയണ്ടേ, സ്നേഹവും സപ്പോർട്ടും എല്ലാം വേണം. ഞാൻ ഈ വീഡിയോ ഓൾറെഡി ഒരെണ്ണം എടുത്തായിരുന്നു, അത് ഇതിനെക്കാട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. ഇതാണ് സെക്കൻഡ് വീഡിയോ. ഞാൻ കുറച്ച് ഗുഡ് ലുക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഞാൻ അത് വീട്ടിൽ നിൽക്കുന്ന ആവശ്യത്തിലാണ് ഇട്ടത്. ഇത് കുറച്ച് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് നല്ലൊരു ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ട് ചെയ്യുവാണ്. പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞ ഡയലോഗ്സൊന്നും എനിക്കിപ്പോൾ വരുന്നില്ല. ഞാനിത് കാണാതെ പഠിച്ച് പറയുന്നതോ കാര്യമൊന്നുമല്ല. ഇതെന്നെ മനസ്സ് തോന്നുന്ന കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. ബൈ.